ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LCM HCFലെ മറ്റൊരു ടൈപ്പ് പ്രോബ്ലം ആണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കാറുണ്ട്. രണ്ട് സംഖ്യകളുടെ LCMും അതുപോലെ തന്നെ HCFും തരും. എന്നിട്ട് നമ്മളോട് രണ്ട് സംഖ്യയിൽ ഒരു സംഖ്യ കൂടി തന്നിട്ട് മറ്റേ സംഖ്യ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർമുലേനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ തന്നെ LCMന്റെയും HCFന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. രണ്ട് സംഖ്യകളുടെ ലാസാഗു 320ഉം ഊസാഗ 32ഉമാണ്. അവയിൽ ഒരു സംഖ്യ 64 ആയാൽ മറ്റേ സംഖ്യ ഏത്? അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സംഖ്യകൾ എടുത്തു, അതിൽ ഒരു സംഖ്യ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, 64. രണ്ട് സംഖ്യകൾ എടുത്തു, അതിലൊരു സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട് 64. മറ്റേ സംഖ്യ നമുക്ക് അറിയില്ല, അപ്പോൾ അതിന് നമ്മൾ രണ്ടാമത്തെ സംഖ്യ B എന്ന് പറഞ്ഞിട്ടെടുത്തു. അപ്പോൾ ഈ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ആ രണ്ട് സംഖ്യകളുടെ LCM ഇൻറ്റു അതുപോലെ തന്നെ HCF ആയിരിക്കും. ആ സംഖ്യയുടെ LCM എന്ന് പറയുന്നത് 320 ആണ്, HCF എന്ന് പറയുന്നത് എന്താണ്, 32 ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അത് 64B എന്ന് പറയുന്നത് 320 ഇൻറ്റു 32 ആണ്. അപ്പോൾ രണ്ട് സംഖ്യകളുടെ ലാസാഗും HCFും ഉസാഗും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ ഗുണനഫലം എന്ന് പറയുന്നത് ആ സംഖ്യയുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് സംഖ്യകളുടെ ലാസാഗും തരും ഊസാഗിയും തരും. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് രണ്ട് സംഖ്യയിൽ ഒരു സംഖ്യ കൂടി തന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് മറ്റേ സംഖ്യ ഏതാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യുക. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ തന്നെ ലാസാഗു ഇൻറ്റു ഊസാഗയാണ്. അതായത് ഒരു സംഖ്യ എന്ന് പറയുന്നത് 64 ആണ്, മറ്റേ സംഖ്യ നമുക്ക് തന്നിട്ടില്ല, അത് എന്ന് പറയുന്നത് എന്താണ്, B ആണ്. ഈക്വൽ ടു ആ സംഖ്യകളുടെ ലാസാഗു 320, ഊസാഗ 32. ആൻസർ B എന്ന് പറയുന്നത് 64B എന്ന് പറയുന്നത് 320 ഇൻറ്റു 32 ആണ്. അതിൽ B എടുക്കുമ്പോൾ 64 ഇൻറ്റു വരുന്നത് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ 320 ഇൻറ്റു 32 ബൈ 64. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക, 32ഉം 64ഉം 2. അപ്പോൾ 360 ബൈ 2 എന്ന് പറയുമ്പോൾ 160 നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് സംഖ്യകളുടെ LCM തരും, അതുപോലെ തന്നെ HCF തരും, സംഖ്യയിൽ ഒരു സംഖ്യ തരും. മറ്റേ സംഖ്യ കണ്ടുപിടിക്കാൻ ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ ആലോചിച്ചാൽ മതി, രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ LCMന്റെയും HCFന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് നോക്കാം. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 720 ആണ്, അവയുടെ ഊസാഗ 6 ആണ്. ആയാൽ ലാസാഗു ഏത്? അപ്പോൾ നമുക്ക് ഇവിടെ ഗുണനഫലം തന്നിട്ടുണ്ട് 720. ഈ ഗുണനഫലം എന്ന് പറയുന്നത് എന്താണ്, ആ സംഖ്യകളുടെ LCM ഇൻറ്റു HCF ആണ്. അപ്പോൾ നമ്മൾ നേരിട്ട് ഫോർമുലയിലേക്ക് പോവുകയാണ്. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് LCM ഇൻറ്റു HCF ആണ്. ആ സംഖ്യകളുടെ LCM ഇൻറ്റു HCF ആണ്, അല്ലെങ്കിൽ ലാസാഗു ഇൻറ്റു ഊസാഗി ആയിരിക്കും. ഗുണനഫലം എന്ന് പറയുന്നത് 720ഉം LCM നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ അതേപോലെ എഴുതി ഇൻറ്റു 6. അപ്പോൾ 720 ഈക്വൽ ടു LCM ഇൻറ്റു 6. LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 720 ഇൻറ്റു 6 എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ 6 മാറും. അപ്പോൾ 720 ബൈ 6 എന്ന് പറയുമ്പോൾ 7 ഒരു പ്രാവശ്യം, 12 2 പ്രാവശ്യം. നമ്മുടെ ആൻസർ എത്ര വരിക, 120 ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സംഖ്യകളുടെ ഊസാഗു 23, അവയുടെ ലാസാഗു 1449. സംഖ്യ 207 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ഓപ്ഷൻ എ 161, ഓപ്ഷൻ ബി 201, ഓപ്ഷൻ സി 187, ഓപ്ഷൻ ഡി 169. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയോ, കിട്ടുന്നുണ്ടെങ്കിൽ ആൻസർ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.